എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസ്, അതായത് കുഞ്ഞു കുഞ്ഞു തരിതരി പോലുള്ള പിമ്പിൾസ്, അതുപോലെ തന്നെ ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള പാടുകള്, അല്ലാണ്ട് കുരു വന്നു പോയിട്ടുള്ള പാട്, ഇതൊക്കെ മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ കൂടുതൽ വർത്തമാനം പറഞ്ഞ് കൊളാക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാട്ടി മുന്നേ ഞാൻ എന്നും പറയാറുള്ളത് പോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഇതേപോലെ ഒരു ഫ്രൈ പാൻ നമ്മൾ ഗ്യാസിൽ വെച്ച് കത്തിച്ചിട്ട് ജീരകം, അതായത് നല്ല ജീരകം വേണം. ഇത് നമ്മൾ വറുത്ത് പൊടിച്ചെടുക്കണം. ഇതേപോലെ വേണം, നമ്മൾ നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോൾ വേണം ഇത് സ്റ്റവ് ഓഫാക്കിയിട്ട് പൊടിച്ചെടുക്കാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ ഇതേപോലുള്ളതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ, അതായത് ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാവുന്നതാണ്. അതില്ലാത്തവർക്ക് ഇതേപോലെ വറുത്ത് പൊടിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതേപോലെ നല്ല രീതിക്ക് പൊടിഞ്ഞ് കിട്ടണം. നമുക്ക് നല്ല ഫൈനായിട്ടുള്ള ഒരു പൊടിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. തരിതരി ഒന്നും ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വറുത്ത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്. ഇതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടലപ്പൊടിയാണ്. അത് ഒരു സ്പൂണൊന്നും ഞാൻ എടുക്കുന്നില്ല, 1.25 സ്പൂണൊക്കെ എടുക്കുന്നുള്ളൂ. കാരണം ആ ഒരു പൊടിക്ക് ബാലൻസ് ആയിട്ടുള്ള രീതിക്കാണ് ഞാൻ ഈ ഒരു കടലപ്പൊടി എടുക്കുന്നത്. നിങ്ങളും അതേപോലെ തന്നെ എടുക്കാട്ടോ. രണ്ടും ഒപ്പത്തിനൊപ്പം നിൽക്കുക, അല്ലാതെ ഒന്നും കൂടിയും ഒന്നും കുറഞ്ഞും നിൽക്കരുത്. രണ്ടും സെയിം അളവിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി നമ്മൾ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വേറെ പാലോ തൈരോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാ പച്ചവെള്ളം ഉപയോഗിച്ച് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ സാധാ പച്ചവെള്ളം യൂസ് ചെയ്തിട്ടാണ് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്ത് നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഒരുപാട് വെള്ളം പോലെ ആവാനും പാടില്ല, എന്നാൽ പിന്നെ ഒരുപാട് തിക്കായി പോവാനും പാടില്ല. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ഒരു പാക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഈ പാക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് മുടി കെട്ടി വെക്കാണ്ട് പാക്കൊക്കെ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കെന്തോ ഇഷ്ടമല്ല, അവിടെ ഇവിടെയൊക്കെ വന്ന് വീണ പോലെ തോന്നും. അതുകൊണ്ട് മുടിയൊക്കെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാക്ക് നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് പാക്ക്. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. നല്ല രീതിക്ക് തന്നെ ഫേസിൻ്റെ എല്ലാ ഭാഗത്തേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എവിടെയാണോ പിമ്പിൾസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് അപ്ലൈ ചെയ്യാട്ടെ. എനിക്ക് 2 കവളിലും പിമ്പിൾസ് ഉണ്ട്. ഞാനിപ്പോൾ മണത്ത് നോക്കണം നിങ്ങൾ എന്താണെന്ന് വിചാരിക്കും. കാരണം ആ ഒരു ജീരകം വറുത്ത് പൊടിച്ചപ്പോഴുള്ള സ്മെല്ലില്ല, നല്ല സ്മെല്ലാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെടുത്ത് തിന്നാനൊക്കെ തോന്നുന്നുണ്ട്. നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ നമ്മളെ പിമ്പിൾസ് എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. എൻ്റെ ഫേസിൽ 2 കവളിലും തരിതരി പോലുള്ള പിമ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ നെറ്റിയിൽ ഇപ്പം അധികമില്ല, പക്ഷെ 2 കവളിലും ഞാൻ എത്രയൊക്കെ സ്കിന്ന് ശ്രദ്ധിച്ചാലും എത്രയൊക്കെ കെയർ കൊടുത്താലും എൻ്റെ ഫേസിൽ പിമ്പിൾസ് വരും. എൻ്റെ സ്കിന്ന് അങ്ങനെയാണ്. അപ്പോൾ എന്നെ പോലെ എപ്പോഴും പിമ്പിൾസൊക്കെ വരുന്ന സ്കിന്നാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. കാരണം സ്കിൻ ബാരിയർ ഡാമേജ് ആവണം, ബ്രേക്ക്ഔട്ട്സ് ഒക്കെ വരാനുള്ള നല്ല ചാൻസുകളുണ്ട്. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും ഒക്കെ എന്ത് പ്രൊഡക്റ്റും യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനും നിങ്ങളുടെ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ജീരകം നമ്മൾ വറുത്ത് പൊടിച്ച് ജീരകപ്പൊടി യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിൽ ചെറിയൊരു നീറ്റിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ചുട്ട് നീറുക എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതേപോലെ ഒരു നീറ്റിൽ പൊള്ളൽ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് അങ്ങനെ മുന്നേ ഫീൽ ചെയ്തിട്ടുണ്ട്, ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം തന്നെ പാക്ക് ഇടാതിരിക്കുക. ഇതൊരു 15 to 10 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. അപ്പോഴേക്കും ഡ്രൈ ആവും. ഒരുപാട് ഡ്രൈ ആവാൻ നിൽക്കില്ല. ഞാൻ ഒരൊറ്റ പാക്കും കുറച്ച് തന്നെ ഡ്രൈ ആകുമ്പോഴേക്കും ഞാനത് റിമൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ 15 മിനിറ്റിന് ശേഷമാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത്. ഇപ്പം റിമൂവ് ചെയ്യുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് നിങ്ങൾക്ക് എത്രത്തോളം ഈ ക്യാമറയിൽ കൂടി മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. ഈ ഒരു പാക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് ഉണ്ടാവും, പക്ഷേങ്കിൽ ഒരുപാട് റിസൾട്ട് ഉണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒറ്റ യൂസിൽ തന്നെ നമ്മളിതൊരു 7 days, അതായത് ഒരാഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലേ ഇതിൻ്റെ ആ ഒരു ഫുൾ റിസൾട്ട്, അതായത് കറക്റ്റുള്ള ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന തരി പോലുള്ള കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് ഇല്ലേ, അതായത് മെയിനായിട്ട് അത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2 കവളിൻ്റെ ഭാഗത്ത്, നെറ്റിയുടെ ഭാഗത്ത്, ഈ താടിയുടെ ഭാഗത്തൊക്കെയാണ്. അതൊക്കെ കളയാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന പാക്കാണ്. പക്ഷേ 7 ദിവസം യൂസ് ചെയ്താലേ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസ് കുറയ്ക്കാനും പിമ്പിൾസ് വന്ന് പോയിട്ടുള്ള ആ ഒരു കറുത്ത പാടുകളുണ്ടല്ലോ, അതൊക്കെ കുറയ്ക്കാനായിട്ടും ഈ ഒരു
പാക്ക് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. വളരെ സിമ്പിളായിട്ട് 2 ഇൻഗ്രീഡിയൻസ്, അതും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 2 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ഇതേപോലത്തെ നല്ല അടിപൊളി കിടിലം റിസൾട്ട് തരുന്ന, ഒറ്റ യൂസിൽ തന്നെ പിമ്പിൾസ് ഒക്കെ നല്ല രീതിക്ക് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു പാക്ക് എന്തുകൊണ്ടും അടിപൊളിയാണെന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങളൊരു 7 ഡേ ചാലഞ്ച് ആക്കി എടുത്തിട്ട് കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര മാറാത്ത പാടുകളും അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളെ മാറാത്ത ഇങ്ങനത്തെ കുഞ്ഞു തരി പോലുള്ള കുരുക്കളൊക്കെ മാറാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള പാടുകളായിക്കോട്ടെ എല്ലാം മാറ്റാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇനിയും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വീഡിയോ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.